പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രഭാതാരാധന ആരംഭിക്കുന്നു. ദൈവവചനം പറയുന്നു, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാധികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാധികളെ നോക്കിയോ വ്യർത്ഥ സംസാരത്തിൽ നേരം നോക്കിയോ ചെയ്യാതെ വേണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹത്തിൻ്റെയും നാഥനും ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, നിത്യപിതാവേ, മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുന്നതിനും പുനരുത്ഥാനം ചെയ്ത് ഇന്ന് ജീവിക്കുന്ന യേശുവുമായിട്ട് ചേർന്ന് കർത്താവിന് മഹത്വം കരയിക്കുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഈ ദിവസം ഞങ്ങൾക്ക് ഭവനങ്ങളിലായിരുന്നുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലഭിച്ചിരിക്കുന്ന വിലപ്പെട്ട സന്ദർഭത്തിനായിട്ട് സ്തോത്രം. ദൈവാത്മാവിന്റെ കൃപയിൽ ദൈവിക വെളിച്ചത്തിൽ പരിശുദ്ധ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിപ്പാനും അവിടുത്തെ ദിവ്യമായിട്ട് ശക്തി പകരണമേ. ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന ചിന്തകൾ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടുത്തെ ആത്മാവിന്റെ ചൈതന്യം ഞങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ കർത്താവും ഗുരുവുമാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന സകല അനുഗ്രഹത്തിന്റെയും നാഥനായിരിക്കുന്ന അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആരാധനയിലൂടെ ദൈവമഹത്വം ദർശിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. നിന്റെ സമാധാനത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് സ്തുതിക്കും മഹിമയ്ക്കുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 29ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. 29ാമത്തെ ഗീതം.
ദൈവത്തിന്റെ മഹത്വം കരയേറ്റാൻ തൃത്വത്തിന് ഉള്ള സ്തുതി മൂന്നാം ഭാഗം, ആരാധനക്രമം അഞ്ചാമത്തെ ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങേക്ക് സ്തുതി. ശ്രേഷ്ഠാവേ, അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാരാജാവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമുക്ക് ഭയഭക്തിയോടുകൂടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കയില്ല. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ ബലഹീനതകളെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് 9-ാം പുറത്തിലുള്ള ആദ്യത്തെ പ്രാർത്ഥന നമുക്ക് ഭയഭക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോട് അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന ആ കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായിച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ദൈവം ചെയ്ത നന്മകളെ നന്ദിപൂർവ്വം ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവനും നമ്മെ ക്ഷേമത്തോടും സുഖത്തോടും കൂടെ ഭവനങ്ങളിൽ കാത്തു പരിപാലിച്ച, നമ്മുടെ ജീവിതയാത്രയിൽ സഹയാത്രികനായിരുന്ന
നമ്മെ പരിപാലിച്ച് നടത്തിയ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നമുക്കെല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ശരീരം, ജീവൻ, ജീവിതം, തന്നിരിക്കുന്ന വിശ്വാസ ജീവിതാനുഭവങ്ങൾ, നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകളും, പ്രകൃതിയിലൂടെ ദൈവം നമുക്ക് നൽകി വരുന്ന എല്ലാ വിഭവങ്ങളും, ദൈവികമായിട്ടുള്ള കൂട്ടായ്മയുടെ സന്തോഷം ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന 14-ാം ക്രമം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചു കൂടാത്ത സ്നേഹത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് അങ്ങേ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 93-ാമത്തെ സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. 93-ാമത്തെ സങ്കീർത്തനം. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരക്കി കെട്ടിയിരിക്കുന്നു. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായുള്ളവൻ തന്നെ. യഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും പൂജിതം തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് പാഠമായി വായിക്കുന്നത് ശ്രദ്ധയോടും ആദരവോടും കൂടെ കേൾക്കുന്നു. പഴയ നിയമ പാഠഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ 17 വരെയുള്ള ദൈവവചനം ശ്രദ്ധിക്കും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു, ഞാൻ ആകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ദൈവം പിന്നെയും മോശയോട് അരുളിച്ചതെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ജ്ഞാപകവും ആകുന്നു. നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത്, ഞാൻ നിങ്ങളെയും മിസ്രയീമിൽ അവൻ നിങ്ങളോടൊക്കെ ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു. മിസ്രയീമിലെ കഷ്ടതയിൽ നിന്ന് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവിയർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക്
പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയാൻ നാം ശ്രദ്ധിച്ചത് കർത്താവിൻ്റെ വചനം ആകുന്നു. ദൈവമേ, അങ്ങേക്ക് സ്തുതി ആയിരിക്കട്ടെ. ആമേൻ. ലേഖനത്തിൽ നിന്നും പാഠമായി വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം മുതൽ 23 വരെയുള്ള ദൈവവചനം ആകും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനു മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നെ നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നും. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടതും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. നാം ശ്രദ്ധിച്ചത് ദൈവവചനമാകുന്നു. ദൈവമേ, അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. സുവിശേഷത്തിൽ നിന്ന് പാഠമായി വായിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24-ാമത്തെ വാക്യം മുതൽ 29 വരെയുള്ള സുവിശേഷ സത്യം ആകുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെ. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസി ആകാതെ വിശ്വാസി ആയിരിക്ക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നാം ശ്രദ്ധിച്ചത് കർത്താവിന്റെ സുവിശേഷമാകുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം ഭയഭക്തിയോടും ആദരവോടും കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രസ്താവിക്കാം.
അപ്പോസ്തല വിശ്വാസ പ്രമാണം 22-ാമത്തെ പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചുള്ള പുനരുദ്ധാനത്തിലും നിത്യജീവന്റെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ബഹുമാനപ്പെട്ട റവണ്ട് അനൂപ് സാമച്ചൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മൾ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കും. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടെ സ്വഭവനങ്ങളിലായിരുന്നുകൊണ്ട് തിരുവാലയത്തിലായിരുന്നു നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ ഈ നല്ല സാഹചര്യത്തിനായി ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വം കരേറ്റാം. കഴിഞ്ഞ ചില ദിവസങ്ങളായി, ആഴ്ചകളായി ലോകമെമ്പാടും പ്രത്യേകിച്ച് ദേശം മുഴുവനും വലിയ ഭയപ്പാടുകളുടെയും ഭീതിയുടെയും ഒക്കെ നടുവിലായിരിക്കുമ്പോൾ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് ദൈവം ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭയപ്പാടുകൾ എവിടുന്ന് മാറ്റി, ആകുലതകളെ എവിടുന്ന് മാറ്റി, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ അങ്ങയുടെ വചനം ധ്യാനിച്ച് അങ്ങയുടെ കർത്താവെ ആ തങ്കച്ചെറുകിടിന്മേൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഓരോ ദിവസവും ഓരോ നിമിഷവും മുൻപോട്ട് യാത്ര ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കഷ്ടങ്ങൾ വന്നു, ഭാരങ്ങൾ വന്നു, പ്രതികൂല അനുഭവങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ കടന്നു വന്നുവെങ്കിലും വീണുപോകാതെ, തളർന്നു പോകാതെ നമ്മുടെ ജീവിതം ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെടുവാൻ വലിയ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വലിയ രീതിയിലുള്ള ആശങ്കകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് എങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ദൈവിക വാഗ്ദത്ത വചനം നമുക്ക് നൽകി ഇത്രത്തോളം നമ്മെ കരുതുന്ന ദൈവത്തെ ഓർത്ത് വളരെ പ്രാർത്ഥന നിർഭരമായി തുടർന്നും അവിടുന്ന് മതിയായവനാണ്. നമ്മെ കരം പിടിച്ച് എത്തിക്കേണ്ടുന്ന തുറമുഖത്ത് എത്തിക്കുവാൻ അവിടുന്ന് പൂർണ്ണമായും സഹായകനാണ്. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ വളരെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് പരശുവിൽ ഇടവകയെ ദൈവവരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും ദൈവിക സാന്നിധ്യം നൽകി, ദൈവിക അനുഗ്രഹങ്ങൾ നൽകി ദിവസങ്ങൾ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വന്യച്ചന്മാരുടെ ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൊലികാരൻ ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സുമനച്ചൻ ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാ കമ്മിറ്റി അംഗങ്ങളെ ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇടവകയിലെ എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷ ഈ ദിവസങ്ങളിൽ ശബ്ദ പരിധിപ്പില്ലായിരുന്നുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനകളിലും പ്രത്യേക ഈ വിശേഷ വിശുദ്ധ ദിവസത്തിന്റെ ആരാധനയിലും പങ്കെടുക്കുന്ന ക്രിസ്ത്യാനിയായിരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദര കുടുംബങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ഭവനങ്ങളിലും ദൈവിക സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൊണ്ട് നിറയപ്പെടുവാൻ കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ യാത്ര ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള എല്ലാ നല്ല സാഹചര്യങ്ങളും ഉയരത്തിൽ ദൈവം ദാനം ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ ആശങ്കയോടുകൂടെ, ഭാരത്തോടുകൂടെ കുടുംബങ്ങളെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ച്, നാളെയെ പറ്റി വിചാരിച്ച് ഭാരത്തോടുകൂടെ, പ്രയാസത്തോടുകൂടെ ആയിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവങ്ങളെല്ലാം ഒരുപക്ഷെ നിർബന്ധിതമായും അടയ്ക്കപ്പെട്ട വാതിലിന്റെ മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവകരങ്ങൾ സമർപ്പിക്കും. കൂലിപ്പണികൾ ചെയ്യുന്നവരും, ബിസിനസ്സുകൾ ചെയ്യുന്നവരും, മറ്റ് വ്യത്യസ്തമായിട്ടുള്ള ദിവസവേതനത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഒരുപക്ഷെ ഭാരത്തോടുകൂടെ, വേദനയോടുകൂടെ, സാമ്പത്തിക പ്രതിസന്ധികളിൽ നാളെക്കുറിച്ചുള്ള വലിയ വിചാരത്തോടുകൂടെയൊക്കെ ആയിരിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് കരുതണമേ, അവിടുന്ന് കാക്കണമേ. ആവശ്യമായിട്ടുള്ള വഴി വാതിലുകൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കായിട്ട് തുറക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സാമ്പത്തിക പ്രതിസന്ധിയാൽ ഭാരപ്പെടുന്നവരെ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടം വാങ്ങുവാൻ പോലും കഴിയാതെ വന്ന വലിയ
വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഭക്ഷണത്തിനും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഭാരത്തോടുണ്ടായിരിക്കുന്നവര്, ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങളായിരിക്കുന്ന, കഷ്ടങ്ങളുടെ അനുഭവങ്ങളായിരിക്കുന്ന എല്ലാവരെയും ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, അവിടുന്ന് വഴി തുറക്കണമേ, അവിടുന്ന് സഹായകരായി കൂടിയിരിക്കണമേ. തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടുന്നത് അവിടുന്ന് കർത്താവെ സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരികയോടുള്ള നന്മകൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പകർച്ചവ്യാധിയുടെ ഭാരത്താലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അവിടുന്ന് സൗഖ്യം നൽകണമേ, ആരോഗ്യത്തെ നൽകണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഈ പകർച്ചവ്യാധിയിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സ്വസ്ഥത ഈ പ്രഭാതത്തിൽ അവിടെ നൽകി അങ്ങേ സ്വതന്ത്രമായി ആരാധിക്കുവാൻ, ഞങ്ങളുടെ ജീവിത കാര്യങ്ങൾ ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും തമ്പുരാനെ അവിടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോക രാജ്യങ്ങൾ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അനേക ലോകരാജ്യങ്ങൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഭദ്രതയുള്ള മെഡിക്കൽ സയൻസിലൊക്കെ വളരെ വിജയം വരിച്ച അനേക രാജ്യങ്ങളിൽ നിന്ന് പരാജയത്തിന്റെ അനുഭവങ്ങളായിരിക്കുമ്പോൾ, ദുഃഖത്തിന്റെ നടുവിലായിരിക്കുമ്പോൾ, വൈദ്യശാസ്ത്രമെല്ലാം അവരെ കൈവിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ, ദൈവമേ, വചനത്തിൽ വിശ്വസിച്ച് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള ആ തിരുവചനത്തിൽ കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് അങ്ങയുടെ പൊന്നുമാറോട് ചേർന്നിരുന്ന് ഉയർത്തുന്നേറ്റ കർത്താവ് ഞങ്ങളെ സൗഖ്യമാക്കുവാൻ മതിയായവനെന്ന് കർത്താവ് ലോകം മുഴുവനും വിശ്വസിക്കപ്പെടുവാൻ, ലോകം മുഴുവനും കർത്താവെ അധരം കൊണ്ട് ഏറ്റുപറയുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനങ്ങളെ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അയൽ രാജ്യങ്ങളെ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവെ പകർച്ചവ്യാധിയുടെ അനുഭവങ്ങളിൽ നിന്ന് ദൈവം നൽകി വരുന്ന സൗഖ്യത്തിനായി, ദൈവം നൽകി വരുന്ന സമാധാനത്തിനായി, ദൈവം നൽകി വരുന്ന എല്ലാവിധമായിട്ടുള്ള വിടുതലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദൈവിക സൗഖ്യം നൽകി, അനുഗ്രഹങ്ങൾ നൽകി, ഈ വ്യാധിയിൽ നിന്ന്, ഈ മഹാമാരിയിൽ നിന്ന് ദൈവം ഞങ്ങളെ കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയെ ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യമന്ത്രിയെ ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നിയമപാലകരായിരിക്കുന്ന പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരും ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ജ്ഞാനം, ദൈവം നൽകിയിരിക്കുന്ന ബുദ്ധിയും വിവേകവും പ്രാർത്ഥനാ നിർഭരമായി ഉപയോഗിച്ച് കർത്താവെ ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവരധ്വാനിക്കുമ്പോൾ കർത്താവെ കരുണയോട് അവരെ കടാക്ഷിക്കണമേ. അവരുടെ ശുശ്രൂഷകളിൽ, പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ മേഖലയിലായിരിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ആരോഗ്യ പ്രവർത്തകരെല്ലാവരും ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന മനസ്സിന്റെ ധൈര്യത്തിനായി, ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ആ വലിയ വിശ്വാസത്തിനായി, ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ആ വലിയ കമ്മിറ്റ്മെന്റിനായി ഒക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, പകർച്ചവ്യാധികളൊന്നും അവരെ പിടികൂടുവാൻ ഇടവരാതെ വണ്ണം തന്റെ ചെറുകടിയിൽ അവിടെ കർത്താവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാത്തു പരിപാലിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ദൈവവാക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെയും, സോഷ്യൽ മീഡിയയിലൂടെ ഇത് സംപ്രേഷണം ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെയും, പ്രത്യേകിച്ച് ഇതിന്റെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട കപ്പ്യാരെയും കുടുംബത്തെയും മറ്റെല്ലാം പ്രിയപ്പെട്ടവരെയും സഭാ സെക്രട്ടറി എല്ലാവരെയും ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ദൈവിക സന്തോഷം കൊണ്ട്, ദൈവിക സമാധാനം കൊണ്ട് ദൈവം ഞങ്ങളെ നിറച്ച് ആരാധനയിൽ ഞങ്ങൾക്ക് വർദ്ധിച്ചു വരുവാൻ, പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഞങ്ങൾക്ക് വർദ്ധിച്ചു വരുവാൻ, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് കർത്താവ് ഞങ്ങൾ ഓടി നടന്ന് സാക്ഷിക്കുവാൻ കഴിയുന്ന തരത്തിൽ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കർത്താവെ ആ ഒരു വലിയ സാക്ഷ്യത്തിന്റെ ഒരു യുഗമായി വരുന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ മാറ്റപ്പെടുവാൻ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാ നാമം യേശു എന്നുള്ള നാമം ഏറ്റുപാടുന്ന ഒരു വലിയ കർത്താവെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു നിമിഷം ഞങ്ങളുടെ മുമ്പിൽ, ഞങ്ങളുടെ ആയുസ്സിൽ സംജാതമായി തീരുവാൻ ദൈവമേ കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ നമ്മുടെ എല്ലാ വിഷയങ്ങളെ സമർപ്പിച്ച് ഒരു മനസ്സോട് നമുക്ക് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. തിരുമുൻപിൽ വരുന്നോരീ സമയേ, തിരുമുൻപിൽ വരുന്നോരീ സമയേ, ശരിയാൻ പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക, ശരിയാൻ പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. പരനേ തിരുമുൻപിൽ വരുന്നോരീ സമയേ, പരനേ തിരുമുൻപിൽ വരുന്നോരീ സമയേ, ശരിയാൻ പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക, ശരിയാൻ പ്രാർത്ഥന ചെയ്യുവാൻ കൃപ
സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നാൾതോറും ഞങ്ങളെ വഴിനടത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവും ദൈവമേ കർത്താവേ, അനുഗ്രഹവും ശാന്തവും സന്തോഷമേറിയ ഈ വിശുദ്ധ ദിവസത്തിന്റെ കർത്താവെ പ്രഭാതത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വം കരയിട്ടുന്നു. കഴിഞ്ഞ ഒരാഴ്ച ദൈവം ഞങ്ങളെ കാത്തതിനായിട്ട് സ്തോത്രം കർത്താവെ. ഉയർപ്പ് കഴിഞ്ഞ ആദ്യത്തെ കർത്താവെ വിശുദ്ധ പ്രഭാതത്തിൽ ഞങ്ങളുടെ സ്വഭവനങ്ങളെ ആരാധനാലയമാക്കിക്കൊണ്ട് ഈ തിരുവാലയത്തിന്റെ ഉൾഭാഗത്തായിരുന്നുകൊണ്ട് കർത്താവെ പുരോഹിതർക്ക് ചേർന്ന് അങ്ങേ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയിരിക്കുന്ന നല്ല സാഹചര്യത്തിനായിട്ട് സ്തോത്രം കർത്താവെ. ചുറ്റും ഭയപ്പാടാണ്, ചുറ്റും ആകുലതകളാണ്, ഈ രോഗത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, കടഭാരങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി കർത്താവ് വേദനയുടെ അനുഭവങ്ങളെല്ലാം ഞങ്ങളുടെ മുമ്പിലുണ്ട്. എങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ടുള്ള ആ ദൈവിക സമാധാനം കൊണ്ട് ദൈവം ഞങ്ങളെ നിറച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മാതാപിതാക്കളെയും, ഞങ്ങളുടെ വാർദ്ധക്യം ചെന്ന മാതാപിതാക്കളെയും, ഞങ്ങളുടെ യൗവന മക്കളെയും, ഞങ്ങളുടെ കൊച്ചുമക്കളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവെ. എല്ലാവരെയും കൊണ്ട് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, പുതിയ ശക്തി നൽകി, പുതിയ ബലം നൽകി അവിടുന്ന് വഴി നടത്തേണ്ടത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ പരശുവെങ്കിൽ ദേശത്തെ മുഴുവനായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കർത്താവെ ദേശത്തിലൂടെ ഞങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ മാറ്റമില്ലാത്ത ദൈവിക വചന കർത്താവെ ഈ ആലയത്തിലൂടെ ഞങ്ങൾക്ക് കർത്താവെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദേശസന്നിധിയിൽ കർത്താവെ സാക്ഷീകരിപ്പാൻ ദൈവം നൽകി വരുന്ന നല്ല സാഹചര്യത്തിനായിട്ട് സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ, ആരാധനയുടെ അനുഭവങ്ങളായിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും നമ്മൾ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ക്രൂശിന്റെ മറവിൽ ദൈവം മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ ലോകരാജ്യങ്ങളെ ഒന്നുകൂടെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കഷ്ടങ്ങളിൽ, ഭാരങ്ങളിൽ, പ്രത്യേകിച്ച് ഈ കോവിഡ് എന്ന കർത്താവ്യ വൈറസിന്റെ വ്യാപന മുഖാന്തരം ഭാരങ്ങളിലായിരിക്കുന്ന, മരണഭീതിയിലായിരിക്കുന്ന, ആശുപത്രികളായിരിക്കുന്നവരെ, വെന്റിലേറ്ററിലായിരിക്കുന്നവരെ, ഐസിയുകളിലായിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള വിടുതൽ ഉയരത്തിൽ ദൈവമേ അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൽ കർത്താവെ അവിടുന്ന് സ്വസ്ഥത നൽകണമേ, ലോകരാജ്യങ്ങളിൽ അവിടുന്ന് സ്വസ്ഥത നൽകണമേ, സൗഖ്യത്തെ അവിടെ നൽകണം കർത്താവെ, സമാധാനത്തെ അവിടെ നൽകണം കർത്താവെ. ഒരു പടി കൂടെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇതൊരു മുഖാന്തരമായി തീരുവാൻ ദൈവം സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് മനുഷ്യർ എത്രമാത്രം ഞങ്ങൾ നിസ്സാരനാണെന്ന് കർത്താവ് തിരിച്ചറിയുന്ന മണിക്കൂറുകളിലൂടെ, മിനിറ്റുകളിലൂടെ, ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു പടി കൂടെ ഞങ്ങളുടെ കർത്താവ് അഹങ്കാരങ്ങളെ മാറ്റിവെച്ച്, ഞങ്ങളുടെ ജ്ഞാനത ഭാവങ്ങളെ മാറ്റിവെച്ച്, അധികം ഞങ്ങൾ ഓടുന്നത്, അധികം ഞങ്ങൾ പ്രയത്നിക്കുന്നത്, അധികം ഞങ്ങൾ വിചാരപ്പെടുന്നതെല്ലാം ഞങ്ങൾ കർത്താവെ മാറ്റിവെച്ച് ദൈവസന്നിധി കർത്താവെ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ മുഴങ്കാലുകളെ മടക്കി കർത്താവെ ആയുസിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ഓരോ ദിവസവും അങ്ങയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വന്യച്ഛന്മാരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെന്നുകൂടെ ദൈവം ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രഭാതം നടത്തപ്പെടുന്ന ആരാധനകളും ശുശ്രൂഷകളെ ദൈവം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ശുശ്രൂഷകളിലൂടെ ലോകം മുഴുവനും സൗഖ്യമാക്കപ്പെടുവാൻ ദൈവമേ അവിടുന്ന് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന പുതിയ ആഴ്ച ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണം കർത്താവെ. പുതിയ നന്മകൾ കൊണ്ട്, പുതിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം ഞങ്ങൾ നിറയ്ക്കണമേ. പരമായിരിക്കുന്ന ആപത്തനങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പെട്ടെന്നുള്ള വേർപാടിന്റെ അനുഭവങ്ങൾ, അപകടമരണങ്ങൾ എല്ലാം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാറ്റി സന്തോഷവും സമാധാനവും ദൈവിക അനുഗ്രഹം കൊണ്ട് ദൈവം ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏത് വഴിക്ക് ഇറങ്ങിയാൽ കർത്താവെ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം നൽകണമേ. 91-ാം സങ്കീർത്തനത്തിന്റെ സംരക്ഷണം ദൈവം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് നൽകി ഞങ്ങൾ കർത്താവെ ഓരോ വഴികളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ദൂതന്റെ ശുശ്രൂഷ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് അങ്ങേ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. തിരുഹിതമായി ഞങ്ങൾക്ക് എത്രയും വേഗം തിരുവാലയത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള നല്ല സാഹചര്യങ്ങൾ ദൈവം നൽകണം കർത്താവെ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളെല്ലാം അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങൾ വന്നുപോയ എല്ലാ ബലഹീനതകളെയും അവിടുന്ന് കർത്താവെ പുറത്ത് ഞങ്ങൾക്ക് എത്രയും വേഗം ഈ വിശുദ്ധാലയത്തിൽ ഞങ്ങൾ കടന്നു വന്ന് ഹൃദയം തുറന്ന് അങ്ങേ ആരാധിക്കുവാൻ, അധരം തുറന്ന് അങ്ങേ ആരാധിക്കുവാൻ, വലിയ വിശ്വാസത്തോടുകൂടെ അങ്ങേ ആരാധിക്കുവാൻ ദൈവമേ അവിടുന്ന് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവെ ആരാധന ആരംഭം മുതൽ ഇതുവരെയും ദൈവിക സാന്നിധ്യം കൊണ്ട് ദൈവം ഞങ്ങൾ നിറച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. തുടർന്ന് ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന തിരുവചനത്തെ ദൈവവരങ്ങൾ സമർപ്പിക്കുന്നു. അതിനെ സംസാരിക്കുന്ന പ്രിയ അച്ഛനെ ദൈവവരങ്ങൾ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗം വരെയും ഒരു സാന്നിധ്യം നൽകി പുതിയ ശക്തിയോടെ, പുതിയ ബലത്തോടെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കൂടെ ഞങ്ങൾ വഴിനടത്തണം. എല്ലാ മാനമഹത്വവും അവിടുന്ന് സ്വീകരിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുശം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷകരുടെ സന്തോഷം ലഭിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവവചനം ധ്യാനിപ്പാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവവചനത്തിന്റെ അനുഗ്രഹത്തിനായി ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 128-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. അതിനുശേഷം ബഹുമാനപ്പെട്ട റവറൻഡ് പി. സുമനച്ചൻ ദൈവവചനം സന്ദേശം നമുക്ക് നൽകും.
പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ജനിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഉയർക്കുകയും ചെയ്ത നാഥ, അവിടുത്തെ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് പുതിയ ശക്തി പ്രദാനം ചെയ്യുവാൻ ഇടയാക്കണമേ. അവിടുത്തെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമേ. ശബ്ദം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. അടിയനെ ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമാകുന്ന പ്രഭാതത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ഹോളി ഗാർഡൻ അച്ഛൻ, പ്രിയപ്പെട്ട അനുസാം അച്ഛൻ, പ്രിയപ്പെട്ട ദൈവജനമേ, ഉയർപ്പിന് ശേഷമുള്ള ഒന്നാം ഞായറാഴ്ച ആരാധനയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മരണത്തോടെ സകലത്തിനും തിരശ്ശീല വീണു എന്ന് ധരിച്ചിരുന്ന മനുഷ്യന്റെ മുമ്പിൽ യേശുവിന്റെ ഉയർപ്പ് പ്രത്യാശയുടെ പ്രഖ്യാപനമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു തന്റെ ശിഷ്യനായ തോമസിനെ പ്രത്യക്ഷനാകുന്നതും അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷ വേദഭാഗം. തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് തോമസ്. അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരലും നടുവിരലും ഒന്നായി ചേർന്നിരുന്നുവെന്നും യേശുവിന്റെ വിലാപ്പുറം സ്പർശിച്ചപ്പോൾ അത് വേർപെട്ടു പോയി എന്നും ഒരു പാരമ്പര്യം ഉണ്ട്. ഉയർത്ത ഞായറാഴ്ച സന്ധ്യാവേളയിൽ ശിഷ്യന്മാർ പേടിച്ച് ഭവനത്തിനുള്ളിൽ മുറിയടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യത്തിൽ കടന്നു വന്ന് അവർക്ക് സമാധാനം ആശംസിക്കുകയാണ്. യേശുവിനെ പടയാളികൾ പിടിച്ചുകൊണ്ടുപോകുന്നതും അവനെ ക്രൂശിക്കുന്നതുമൊക്കെ തോമസ് കണ്ടതാണ്. തോമസ് ആ വേളയിൽ ഇല്ലായിരുന്നു. തോമസ് വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കാണും. തോമസിന് ആ വാർത്ത വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. തോമസ് പറഞ്ഞു, ഞാൻ അവന്റെ കയ്യിൽ ആണിപ്പഴുത് കാണുകയും അവന്റെ ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് തന്റെ ശക്തമായ നിലപാട് അറിയിക്കുകയും ചെയ്തു. അടുത്ത ഞായറാഴ്ച അതേ സ്ഥലത്ത് മർക്കോസിന്റെ മാളിക ഭവനത്തിൽ വാതിൽ അടച്ചിരിക്കുമ്പോൾ തോമസും അവരോടൊപ്പം ഉണ്ടായിരുന്നു. യേശു അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് സമാധാനം ആശംസിച്ചിട്ട് തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തെ ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞു. തോമസിന്റെ വികാരങ്ങൾ നന്നായി അറിഞ്ഞ യേശു അവന് വിശ്വാസത്തിൽ ഉറപ്പിച്ചു. നമ്മുടെ വിചാരങ്ങളും യേശു അറിയുന്നുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. വിശുദ്ധ യോഹന്നാൻ 20-ാം അധ്യായം 27 തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, എന്റെ കൈകളെ കാണുക. എന്താണ് ആ കരത്തിന്റെ പ്രത്യേകത? അവന്റെ കൈകളെ കാണുക എന്ന് പറയുമ്പോൾ അവന്റെ കരത്തിന് ഈ ലോകത്തിലെ മനുഷ്യരുടെ കരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയും. ഇതിഹാസ പുരുഷനായ ഹെർക്കുലീസിന്റേത് പോലെ അമിതമായ കായിക ശേഷിയുള്ളതാണ്. മറ്റു വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായ യേശുവിന്റെ കരത്തിൽ കാണുന്ന പ്രത്യേകത നമ്മൾ പഠിക്കുമ്പോൾ യേശുവിനെ കൂടുതലായി അറിയുവാൻ കഴിയും. ഒന്നാമത്, യേശുവിന്റെ കരത്തിന്റെ പ്രത്യേകത സൃഷ്ടി നടത്തിയ കരമാണ്. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. യെശയ്യാവ് 48:13 പറയുന്ന വചനമാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ പങ്കാളിത്തം വഹിച്ച കരങ്ങളാണ് യേശുവിന്റെ കരങ്ങൾ. വിശ്വാസ പ്രമാണത്തിൽ നാം ചൊല്ലുന്നത്, താൻ മുഖാന്തരം സകലവും നിർമ്മിച്ചവൻ. സൃഷ്ടികർമ്മത്തിൽ പുത്രനും പങ്കുണ്ടായിരുന്നു.
ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതില്ല എന്ന് വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രപഞ്ചം ആകമാനം സൃഷ്ടിക്കപ്പെട്ടത് പുത്രനിൽ കൂടിയും പുത്രന് വേണ്ടിയുമാണ് എന്ന് വചനം നമ്മെ ഭംഗിയായി പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം പരിണാമങ്ങളിൽ കൂടിയും യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഒരിക്കൽ ഒരു യുക്തിവാദിയായി നാസ്തികനുമായ മനുഷ്യൻ തന്റെ സ്നേഹിതന്റെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ സ്നേഹിതന്റെ ഭവനത്തിന്റെ മേശയുടെ മുകളിൽ മനോഹരമായ ഒരു സൗരയൂഥത്തിന്റെ ഒരു മോഡൽ ഭംഗിയായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. യുക്തിവാദിയായ മനുഷ്യൻ സ്നേഹിതനോട് ചോദിച്ചു, ഇതാരാണ് നിർമ്മിച്ചത്? വളരെ മനോഹരമായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സ്നേഹിതൻ പറഞ്ഞു, ഇതാരും നിർമ്മിച്ചതല്ല, ഒരു ദിവസം തനിയെ പൊട്ടി വന്നതാണ്. യുക്തിവാദിയായ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് നിർമ്മിക്കുന്നതിന്റെ പിന്നിൽ ഒരു മനോഹരമായ കരം ആവശ്യമാണ്. സ്നേഹിതൻ പറഞ്ഞു, ഈ ചെറിയ വസ്തു നിർമ്മിച്ചത് ഒരു കരമുണ്ട് എന്ന് നിങ്ങൾ ശക്തമായി പറയുന്നുണ്ട് എങ്കിൽ ഈ മനോഹരമായ പ്രപഞ്ചത്തെ, അത്ഭുത പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ ഒരു അനുഗ്രഹീതമാകുന്ന ശില്പിയുടെ, ഒരു ദൈവത്തിന്റെ കരമുണ്ട് എന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കാത്തത് എന്താണ്? നിങ്ങൾ വിശ്വസിക്കാത്തത് ഒരു മൗഢ്യമാണ് എന്ന് പറയുവാൻ ഇടയായി. ഇന്നത്തെ മനുഷ്യൻ ഉപഗ്രഹങ്ങളെയും റോബോട്ടുകളെയും വിസ്മയമായി പലതും സൃഷ്ടിക്കുവാൻ പ്രാപ്തനാണ് എങ്കിലും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തെ ഒരിക്കലും നിഷേധിക്കുവാൻ സാധ്യമല്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. അനന്ത സാധ്യതകൾ നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സങ്കീർത്തനം പറയുന്നു, ഭയങ്കരവും വിസ്മയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നാൽ പ്രപഞ്ച സൃഷ്ടികർമ്മങ്ങളിൽ കർത്താവിന്റെ കരമുണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഈ പ്രപഞ്ചത്തെ രൂപകൽപ്പന ചെയ്യുന്നതും ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ സൃഷ്ടിക്കുന്നതിനും യേശുവിന്റെ കരമുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ പ്രത്യേകത, അവന്റെ കരത്തിന്റെ പ്രത്യേകതയാണ് വീണ്ടെടുപ്പിന്റെ ഒരു കരമുണ്ട്. നമ്മെ സൃഷ്ടിച്ച ഈ കരത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് മുറിപ്പെട്ടതായി കാണുവാൻ കഴിയും. അത് മുറിപ്പെടുവാൻ കാരണം നമ്മെ വീണ്ടെടുക്കേണ്ടി വന്നപ്പോൾ ആ കരങ്ങളിൽ മുറിവേറ്റതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അവന്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതൊരു ദാവീദിന്റെ അനുഭവമല്ല, ദാവീദിന്റെ പുത്രനായി അവതരിപ്പിച്ച ലോകത്തിന്റെ രക്ഷകന്റെ അനുഭവമാണ്. നമുക്ക് വേണ്ടി അവൻ മുറിവേറ്റു, അവൻ നമുക്ക് വേണ്ടി അവന്റെ കരങ്ങളിൽ ആണിയടിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുവാൻ ഇടയാക്കും. സഖറിയാ പ്രവാചകൻ രേഖപ്പെടുത്തുന്നത്, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ എന്നെ സ്നേഹിതന്മാരുടെ വീട്ടിൽ വച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സൃഷ്ടി കർമ്മം നടത്തിയ ആ കരം മുറിവേറ്റത് സൃഷ്ടിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഒരു കുറ്റവാളി ആയതുകൊണ്ട് അല്ല, കുറ്റവാളിയെ രക്ഷിക്കുന്നതിനും പാപികളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അവന്റെ കരം മുറിവേറ്റതാണ്. നമ്മ വീണ്ടെടുപ്പിന്റെ ഒരു കരമാണ് യേശുവിന്റെ കരത്തിൽ കാണുവാൻ കഴിയുന്നത്. മരുഭൂമിയിൽ യേശുവിനെ കാണുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസി പ്രാർത്ഥനാ വേളയിൽ പെട്ടെന്ന് യേശുവിന്റെ രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. സാത്താൻ രൂപം മാറി യേശുവായി സന്യാസിയുടെ മുൻപിൽ വന്നിട്ട് പറയാണ്, ഞാൻ യേശുവാണ്. പെട്ടെന്ന് സന്യാസിക്ക് ബോധ്യപ്പെട്ടു, സാത്താന് പല രൂപങ്ങളും എടുക്കുവാൻ കഴിയും, എന്നാൽ യേശുവിന് കരത്തിൽ മാത്രം ആടിപ്പഴുതേറ്റ കരമുണ്ട്. അതുകൊണ്ട് സന്യാസി പറഞ്ഞു, നിന്റെ കരം ഒന്ന് നീട്ടുക. അപ്പോൾ ആ രൂപം അപ്രത്യക്ഷമാകുവാൻ ഇടയായി. യേശുവിന്റെ കരത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് മുറിവേറ്റ കരം. നമ്മെ വീണ്ടെടുക്കേണ്ടി വന്നപ്പോൾ അവന്റെ കരത്തിൽ മുറിവേറ്റു. അവന്റെ കരത്തിലുള്ള ഒരു വലിയ സവിശേഷതയാണ് നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി മുറിവേറ്റ കരം. നമുക്കായി മുറിവേറ്റ കരം ഈ കാലഘട്ടത്തിലെ മഹാവ്യാധിയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും എന്ന് ഓരോ മക്കളും തിരിച്ചറിയണം. ഏത് വ്യാധികൾ വന്നാലും ദൈവ മക്കൾക്ക് ഒരു വീണ്ടെടുപ്പിന്റെ കരം നമ്മുടെ മേലുണ്ട് എന്നുള്ള ഒരു വലിയ വിശ്വാസം, പ്രത്യാശ നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്, ആ കരത്തിന്റെ പ്രത്യേകത സൗഖ്യമാക്കുന്ന കരമാണ്. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു.
ഉടനെ കുഷ്ഠം അവനെ വിട്ട് മാറി. വിവിധ വ്യാധികൾപ്പെട്ട എല്ലാവരേക്കും സൗഖ്യം നൽകുന്ന ഒരു കരമാണ് യേശുവിന്റെ കരം. അവൻ ചെകിടനെയും മുടന്തിരെയും കുരുടരെയും പക്ഷപാതക്കാരനെയും നാനാ വ്യാധിക്കാരെയും ഒക്കെ അവൻ തൊട്ടപ്പോൾ അവർക്ക് സൗഖ്യമുള്ളത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഊമനും ബദിരനുമായ ഒരു മനുഷ്യന്റെ നാവിൽ യേശു തൊട്ടു. യഹൂദ എന്നർത്ഥം വരുന്ന തുറന്നു വരിക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ നാവിന്റെ ബന്ധനങ്ങൾ നീങ്ങി അവൻ സംസാരിക്കുവാൻ കഴിഞ്ഞു. പഴയ നിയമത്തിൽ യഹോവയെ വെളിപ്പെടുത്തി പറയുന്ന ഒരു വചനമാണ്, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ. നമ്മെ വിവിധ രോഗത്തിൽ നിന്നുമൊക്കെ സൗഖ്യമാക്കുന്ന യഹോവ, ഏത് രോഗബന്ധനത്തിൽ നിന്നും വിടുതൽ നൽകുന്ന സൗഖ്യമാക്കുന്ന ഒരു കരം ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന കാര്യം മറക്കാൻ പാടില്ല. സകല വ്യാധികളെയും സുഖപ്പെടുത്തുവാൻ അവൻ അധികാരം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു കരമുണ്ട്. കർത്താവിന്റെ കരം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന എല്ലാവരും അല്പം കൂടെ ധൈര്യം പ്രാപിക്കട്ടെ. എന്നോടൊപ്പം കർത്താവിന്റെ സൗഖ്യത്തിന്റെ കരമുണ്ട്. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തുന്ന എന്റെ രോഗങ്ങളെ മാറ്റുവാൻ അവന്റെ കരം മതിയാണ് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും ഡോക്ടർ അനുഭവം പറഞ്ഞത് ഇപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ ഒരു ക്യാൻസർ രോഗി കടന്നു വരികയാണ്. ടെസ്റ്റുകൾ നടത്തിയപ്പോൾ വളരെ സങ്കീർണമായി രോഗം ബാധിച്ചിരിക്കുകയാണ്. കൂടിപ്പോയ ഒരാഴ്ചയ്ക്കകം ഈ രോഗി മരണപ്പെട്ടു പോകും. എന്നാൽ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് സ്ഥലം മാറിപ്പോയി. വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ പഴയ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടുത്തെ നേഴ്സ് വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, അന്ന് മരിച്ചു പോകുമെന്ന് പറഞ്ഞ ആ രോഗിയെ ഡോക്ടർ കാണണമോ? വളരെ ആശ്ചര്യത്തോടുകൂടെ ഡോക്ടർ ചോദിച്ചു, ആ രോഗി എവിടെയാണ്? വീണ്ടും ഒരു ചെക്കപ്പിന് വേണ്ടി ഈ ഹോസ്പിറ്റലിൽ കടന്നു വന്നിരിക്കുകയാണ്. ഡോക്ടർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. വളരെ പ്രതീക്ഷയോടുകൂടെ ഒക്കെ തന്നെ ആ രോഗിയെ ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഡോക്ടർക്ക് ഒരു വലിയ അത്ഭുതം നടന്നതായി ബോധ്യപ്പെടുവാനിടയായി. എന്താണ് ഈ അത്ഭുതത്തിന്റെ രഹസ്യമെന്ന് ചോദിച്ചപ്പോൾ രോഗി പറയുന്നത് പ്രാർത്ഥനയാണ്. കർത്താവിന്റെ കരം എന്നെ തൊട്ടു, എന്റെ ക്യാൻസർ രോഗത്തെ മാറ്റുവാൻ അവന്റെ കരത്തിന് സാധ്യമായെന്ന് വിശ്വാസത്തോടുകൂടി രോഗി പറയുവാനിടയായി. മെഡിക്കൽ സയൻസിൽ വളരെ അഭിമാനം കൊണ്ടിരുന്ന ഈ ഡോക്ടർക്ക് പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടതോടൊപ്പം തന്റെ വൈദ്യശാസ്ത്ര രംഗത്തിൽ പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകുവാനിടയായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗബന്ധനങ്ങളെ മാറ്റുവാൻ യേശുവിന്റെ കരത്തിന് സാധ്യമാണ്. നാലാമത് അവന്റെ കരത്തിന്റെ പ്രത്യേകതയാണ് പരിപാലിക്കുന്ന ഒരു കരം. നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ നിത്യേന നമ്മെ പരിപാലിക്കുന്ന ഒരു കരമാണ് യേശുവിന്റെ കരം. മോശ ഇസ്രായേൽ ജനത്തെ മുഴുവനും വിളിച്ചുകൂട്ടി അവരോട് പറയുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ്: പുരാതന ദൈവം നിന്റെ സങ്കേതം കീഴിൽ ശാശ്വതങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ധൈര്യപ്പെടുത്തുകയാണ്, അവരെ ബലപ്പെടുത്തുകയാണ്. പുരാതന ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. നിങ്ങളെ താങ്ങുന്ന, നിങ്ങളെ വഴി നടത്തുന്ന, നിങ്ങളെ ബലപ്പെടുത്തുന്ന, പരിപാലിക്കുന്ന ഒരു കരം നിങ്ങളുടെ മേലുണ്ട് എന്ന് പറഞ്ഞ് ആ ജനത്തെ ബലപ്പെടുത്തുന്നത് പോലെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഓപ്പറേഷന് വിധേയപ്പെടുന്ന വ്യക്തികൾ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികളുടെ മേലൊക്കെ നമ്മൾ അറിയേണ്ട, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു വലിയ കരം, ഒരു താങ്ങുന്ന ഒരു കരം നമ്മുടെ മേലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒരു ശിശുവിനെ ഒരു അമ്മ ചേർത്ത് അടയ്ക്കുന്നത് പോലെ, അമ്മയുടെ മാർദ്ദം ഒരു കുഞ്ഞിനെ അഭയ സങ്കേതമായി തീരുന്നത് പോലെ, ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി, ഓപ്പറേഷൻ വിധേയമാകുന്ന രോഗികൾക്ക് ആരും അടുത്തില്ല എന്ന് തോന്നുമ്പോൾ എന്നെ താങ്ങുന്ന ഒരു ഭുജമായി, ഒരു കരമായി, ഒരു പരിപാലിക്കുന്ന കരമായി യേശു ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന് 104 സങ്കീർത്തനത്തിന്റെ 28 വാക്യത്തിൽ നമ്മെ പറയും. നീ തൃക്കൈ തുറന്ന് ജീവനുള്ളവരൊക്കെ ഈ പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ഒന്നും കൂട്ടിവെക്കുന്നില്ല. ഓരോ ദിവസവും അതിനാവശ്യമുള്ള ധാന്യമണികൾ ദൈവം അതിന് നൽകുന്നുണ്ട്. എവിടെയാണ് എന്റെ ധാന്യമണികളെന്ന് അതിനറിയില്ല. പക്ഷേ ഓരോ ദിവസവും അതിന് ആവശ്യമുള്ള ധാന്യമണികൾ ദൈവം കരുതിക്കൊള്ളുന്ന പോലെ ഈ കൊറോണ കാലഘട്ടത്തിൽ അനേകർ പണികളൊന്നും ചെയ്യുവാൻ അവസരമില്ലാതെ ഭവനങ്ങളിലായിരിക്കുമ്പോഴും അന്നന്ന് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അന്നന്ന് ആവശ്യമുള്ള ആഹാരം നമുക്ക് തരുന്ന ഒരു ദൈവം. നമ്മൾ വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കരങ്ങളിൽ പണമില്ല, നമുക്ക് തൊഴിലില്ല, വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴും നമ്മൾ പട്ടിണി കിടക്കാതെ അന്നുള്ളതൊക്കെ
രക്ഷപ്പെടുത്തുന്ന ഒരു കരം നമ്മുടെ മേലുണ്ട്. വിശന്നിരുന്ന ഒരു വലിയ ജനത്തിന്റെ മധ്യത്തിൽ ഒരു ബാലന്റെ കൈയുള്ള 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എങ്കിൽ ഒന്നുമില്ലായവരുടെ മധ്യത്തിൽ പോഷിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം, പരിപാലിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല, വളരെ ഞെരുക്കങ്ങളിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യമില്ല. എന്നെ കരുതുന്ന, എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക അത്ര ചെയ്യേണ്ടത്. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ എന്ന പാട്ടുപാടിയ സാധു കുഞ്ഞു ഉദ്ദേശി പാട്ടുകൾ രചിക്കുമ്പോഴൊക്കെ ഉയരത്തിലേക്ക് നോക്കി എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തന്റെ പാട്ടുകൾ എഴുതി തന്റെ ജീവിതം മുന്നോട്ട് നയിച്ചു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് പിടിക്കുവാൻ തക്ക വിധത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു കരം നമ്മുടെ മേലുണ്ട്. ആണിപ്പഴുതിന്റെ കരം നമ്മുടെ മേലുണ്ട്. ആ കരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണു പോകുന്നില്ല. ആ കരം കുറുകിപ്പോയിട്ടില്ല. ആ കരം ബലഹീനമായി തീർന്നിട്ടില്ല. പരാജയപ്പെട്ട കരമല്ല, ബലഹീനതയുടെ കരമല്ല, ശക്തിയുടെ കരമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമുക്ക് പിടിച്ചു നടക്കുവാൻ തക്ക വിധത്തിൽ ഒരു അപ്പന്റെ കരം പിടിച്ച ഒരു പൈതൽ ഈ ഭൂമിയിൽ പിച്ചു വെച്ച് നടക്കുന്നത് പോലെ ധൈര്യത്തോടെ സുരക്ഷിതത്തോടുകൂടെ നടക്കുവാൻ പറ്റിയ ഒരു കരം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. ആണിപ്പഴുതിന്റെ കരം നമുക്ക് നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 5ാമത് യേശുവിന്റെ കരത്തിന്റെ പ്രത്യേകതയാണ് ന്യായാവിധി കുറിക്കുന്ന ഒരു കരം. അതുകൊണ്ട് നമ്മുടെ കുറവുകളെ അറിയുന്ന ദൈവം ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിയിരിക്കുന്നത് മിനെ തെക്കേ ഉപസിയെ, ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നമ്മെ തൂക്കി നോക്കി കുറവുള്ളവനായി അറിയുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ മാറ്റി നിറവുകളായി തീരണം. നമ്മുടെ ന്യായം വിധിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയുടെ ജീവിതമുള്ളവരും നീതിയുടെ ജീവിതമുള്ളവരുമാണ് എന്ന് ബോധ്യപ്പെടുവാൻ ഇടയാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചത് യേശുവിന്റെ കരം, സമാധാനം ആശംസിച്ച ആ കരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കണ്ട പ്രത്യേകതയാണ്. ആണിപ്പഴുതേറ്റ കരത്തിൽ സൃഷ്ടി നടത്തിയ കരം നമുക്ക് കാണുവാൻ കഴിയും. 2ാമത് വീണ്ടെടുപ്പിന്റെ കരം നമുക്ക് കാണുവാൻ കഴിയും. 3ാമത് സൗഖ്യമാക്കുന്ന കരം. 4ാമത് പരിപാലിക്കുന്ന ഒരു കരം നമുക്കതിൽ ദർശിക്കുവാൻ കഴിയും. ന്യായാവിധി കുറിക്കുന്ന ഒരു കരം നമുക്കതിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് ശിഷ്യന്മാരുടെ മധ്യത്തിൽ നീട്ടിയ നിങ്ങൾക്ക് സമാധാനം, ലോകത്തിന് സമാധാനം, നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം എന്ന് ആശംസിച്ച ആ സമാധാനത്തിന്റെ കരത്തിലേക്ക് നമ്മുടെ ആത്മീയ നയനങ്ങളെ നോക്കി ദിവ്യമായ സന്തോഷത്തിൽ ആ കരങ്ങളിൽ നമ്മെ പിടിച്ചുകൊണ്ട് നടക്കുവാൻ ദൈവം ഈ ദിവസം, ഈ പരിശുദ്ധ ദിവസം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ആഴ്ചവട്ടക്കാലം അതിനുവേണ്ടുന്ന കൃപ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ നമുക്ക് 495-ാമത്തെ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ വേഗം Oh
യേശുവിൻ മുന്നിൽ മഹത്വത്തില ഇനി വിണ്ണിൽ ആനയിപ്പിച്ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനീകേണങ്ങൾ രാജരാജനമായിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. പ്രാർത്ഥിക്കാം. അന്ധകാരത്തിരുന്ന ജനത്തിന് പ്രകാശമായി പ്രതീക്ഷയായി ഉയർത്തെഴുന്നേറ്റ യേശുവേ, അങ്ങേ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ഈ പ്രഭാതം ഞങ്ങൾക്ക് അവസരം ലഭിച്ചല്ലോ. അവസരം ലഭിക്കാതെ ഭവനങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കട്ടെ. ഭവന മാളിക മുറിയിൽ വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിൽ കടന്നു ചെന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവിടുത്തെ ആണപ്പെടുത്തത്തെ കരം അവിടെ മേൽ നീട്ടിയതുപോലെ കർത്താവിൻ്റെ കരത്തേക്ക് നോക്കുവാൻ ഈ പ്രഭാതം ഞങ്ങൾക്ക് അവസരം നൽകി. അവിടുത്തെ കരം സൗഖ്യത്തിൻ്റെ കരമാണല്ലോ, അവിടുത്തെ കരം പരിപാലനത്തിൻ്റെ കരമാണല്ലോ, അവിടുത്തെ കരം വീണ്ടെടുപ്പിൻ്റെ കരമാണല്ലോ, അവിടുത്തെ കരം ന്യായവിധിയുടെ കരമാണല്ലോ. ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ രോഗങ്ങളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ കരം എൻ്റെ മേലുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. പരീക്ഷണ കാലയളവിൽ പതറിപ്പോകാതെ ദൈവത്തിലേക്ക് നോക്കി മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവിൻ്റെ വചനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ദീപവും പാതിക്ക് പ്രകാശമായി തീരട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ ബലപ്പെട്ട് അവിടുത്തെ വചനത്തിൽ അടിസ്ഥാനമുള്ളവരായി മുന്നേറുവാൻ എല്ലാ ദൈവജനത്തെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം ഇന്നും കുറുകിയിട്ടില്ല, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം ഇന്നും ക്ഷീണിച്ചു പോയിട്ടില്ല എന്നൊരു വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകുവാൻ ഇടയാക്കണമേ. ഈ ഒരു ആഴ്ചവട്ടക്കാലം ഞങ്ങളെ അവിടുത്തെ തിരുമാറുവിൽ മറച്ചുകൊള്ളണമേ. ഒരു തിന്മശക്തികളും ഞങ്ങളെ തൊടുവാൻ അനുവദിക്കരുത്. മാറുവയിൽ ഞങ്ങളെ നിർത്തണമേ. ജയത്തിൻ്റെ കൊടി ഞങ്ങൾക്ക് നൽകണമേ. രക്തവളപ്പിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ചും സഭയുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾ വളരട്ടെ. സഭയ്ക്ക് നൽകേണ്ട ആസ്വരിയും മറ്റ് നേർച്ചകളും ഒക്കെ ഈ ദിനങ്ങളിൽ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സ് നൽകി, അതിനുവേണ്ടി സാഹചര്യങ്ങൾ നൽകി തൻ്റെ ജനത്തെ പോഷിപ്പിക്കണമേ. ആരും അകന്നു പോകുവാൻ അനുവദിക്കരുതേ. കൊമ്പിന് മുന്തിരികളോട് പറ്റിച്ചേർന്നിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അങ്ങയോട് ചേർന്നുകൊണ്ട് ജീവന്റെ സ്രോതസ്സിൽ നിന്നും ശക്തി പ്രാപിച്ചു പുതുക്കം പ്രാപിച്ച് വളരുവാൻ ഇടയാക്കണമേ. ഇന്നത്തെ ഈ ആരാധിക്കുന്നവർ നൽകിയ പ്രിയപ്പെട്ട ഹോളിക്കാരനച്ഛനെ ഓർത്ത് നന്ദിയുടെ സ്തോത്രം. കൃപയുടെ കരങ്ങളിൽ കുടുംബമായി വഹിക്കാൻ സ്തോത്രം. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിച്ച അൻസാമച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രവർത്തന മേഖലയിൽ കൂടിയിരിക്കുകയും കുടുംബമായി അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. ഇവിടെ ആയിരിക്കുന്ന പ്രിയ കപ്പിയനെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, വിശ്വാസികൾ, എല്ലാ കുടുംബങ്ങളെയും പേരുവരെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. കൃപയുടെ കാര്യങ്ങൾ വഹിക്കണമേ. ഈ ഒരു ആഴ്ചവട്ടക്കാലം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മീയ ഭൗതിക ദാനങ്ങൾ നൽകി പോഷിപ്പിക്കണമേ. ഒന്നിനും ഒരു കുറവ് വരുവാൻ അനുവദിക്കരുത്. ആരെങ്കിലും ക്ലേശങ്ങളെല്ലാം നീക്കി ദൈവത്തിൻ്റെ വലിയ നന്മ കൊണ്ട് നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം
തേജസ്സും